വൈക്കം മഹാദേവ ക്ഷേത്രം. അന്നദാനം കഴിക്കാൻ വന്നതാണ്. ഇതുണ്ടോ, അന്നദാനത്തിനുള്ള ക്യൂ ആണ്. ഞാനിപ്പോൾ വൈക്കത്താണുള്ളത്, കണ്ടില്ലേ? ഞാൻ ചെമ്പി പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ ഇതാ ക്ഷേത്രത്തിൽ കയറി. ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രമാണ്, കണ്ടില്ലേ? അപ്പം ഞാൻ അന്നദാനം കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കയറിയതാണ്. കണ്ടല്ലോ, അന്നദാനം കഴിച്ചിട്ട് ഫ്രണ്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ചെമ്പി പോയിട്ട് തിരിച്ചു വന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. അവിടെ ഇറങ്ങി. ഇപ്പം ഞാൻ ജസ്റ്റ്, വലിയൊരു അമ്പലമല്ലേ, ആദ്യമായിട്ടല്ലേ വന്നത്. അപ്പം ഞാൻ അമ്പലത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ നിന്ന് നല്ല സദ്യയും കൂട്ടി അന്നദാനം കഴിക്കാൻ പറ്റി. നമ്മളെപ്പോഴും ഗുരുവായൂരിന്ന് കഴിക്കുന്നതാണ്, എന്നാലും ഇടയ്ക്ക് ഒരു വെറൈറ്റി ആണല്ലോ. മഹാദേവൻ്റെ അടുത്ത് വന്നപ്പോൾ നല്ല അന്നദാന പ്രസാദം ഊട്ട് കഴിക്കാൻ പറ്റി. പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ ഗുരുവായൂരത്തെ അത്ര തിരക്കൊന്നുമില്ല. വലിയൊരു അമ്പലമാണ്. കണ്ടോ? അവിടെയാണ് അന്നദാനം കൊടുക്കുന്നത് കേട്ടോ. അന്നദാന ഹാളെന്ന് പറയും. ഇതാണ് അമ്പലം, വലിയൊരു അമ്പലമാണ്, വൈക്കം മഹാദേവ ക്ഷേത്രം. ഇപ്പം ഞാനുള്ളത് പടിഞ്ഞാറേ നടയാണെന്ന് തോന്നുന്നു. 4 നടകളുണ്ട്. നാളെ ഗുരുവായൂരുണ്ടാവും കേട്ടോ. രാവിലെ ഗുരുവായൂർക്ക് പോവും. അപ്പം ഞാനിതിൻ്റെ അപ്പുറത്തെ നടയിലേക്കൊന്ന് പോയി നോക്കട്ടെ. ഭയങ്കര വെയിലാണ്. നമ്മുടെ ബാലകോകിലൊക്കെ ഇവിടെ ഏതോ ഒരു ഭാഗത്താണ് താമസിക്കുന്നത്. ഇടയ്ക്ക് ബാലകോകില ഈ അമ്പലത്തിൽ വന്ന വീഡിയോ ഒക്കെ കാണാറുണ്ട്. ബാലകോകില എന്തരോ എന്തോ. നമ്മൾ നിന്ന ആ ഒരു നട തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഫ്രണ്ട് വശം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം. അപ്പോൾ ചെരുപ്പൊക്കെ എൻ്റെ അപ്പുറത്താണ് കിടക്കുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയതാ. ഈ ഒരു ആവശ്യത്തില്ലേ, അവിടെയാണ് അന്നദാന ഹാളുള്ളത്. ഗുരുവായൂരിൻ്റെ അത്രയും തിരക്കൊന്നുമില്ല കേട്ടോ. ഗുരുവായൂരിലും ഏത് സമയത്തും തിരക്കായിരിക്കും. ഇപ്പം ഞാൻ നാളെ രാവിലെയും 2 ദിവസം മുമ്പ് ഗുരുവായൂർ പോയുള്ളൂ. നാളെ ഞാൻ ഗുരുവായൂരുണ്ടാവും.